ഗുരുവായൂർ ജയപതാക സ്റ്റോറിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള വൃന്ദാവന തീർത്ഥയാത്രയുടെ വീഡിയോസാണ് ഈ അടുത്തിടെയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഗോവർദ്ധനഗിരി പരിക്രമ കഴിഞ്ഞാൽ കുറച്ച് കുളങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. വളരെ വിശിഷ്ടമായ സ്ഥലങ്ങളാണ് കേട്ടോ അതൊക്കെ. ഗോവിന്ദ് കുണ്ട്, ഉദ്ധവ് കുണ്ട്, രാധാകുണ്ട് തുടങ്ങി അതിവിശിഷ്ടമായ കുറേയേറെ കുളങ്ങളൊക്കെ സന്ദർശിക്കാനുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ച് പ്രഭു വിവരിച്ച് തരികയാണ്. എത്രയൊക്കെ പറഞ്ഞാലും കേട്ടാലും മതിയാകാത്ത ഗോവർദ്ധന കഥ നമുക്കൊന്നുകൂടി കേൾക്കാം അല്ലേ. ഗോവർദ്ധനഗിരിയെ ചെറുവിരൽ തുമ്പിനാൽ കണ്ണൻ എടുത്തുയർത്തിയപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് ആർക്കും മനസ്സിലായില്ല അത് ഭഗവാനാണെന്ന്. കൂട്ടുകാരും മറ്റു ഗോപികോപന്മാരും യശോദാമ്മ പോലും ചിന്തിച്ചിട്ടില്ല അങ്ങനെ അത് ഭഗവാനാണെന്ന്. ഇതെൻ്റെ മകൻ അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്ന രീതിയിലാണ് ഭഗവാനെ കുറിച്ച് അവരൊക്കെ ചിന്തിച്ചത്. അവരൊക്കെ കൊടുക്കുന്ന വെണ്ണ കഴിച്ചിട്ടാണ് കണ്ണന് ഇത്രയും ശക്തി വന്നതെന്നാണ് എല്ലാവരും കരുതിയത്. കണ്ണൻ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തിയപ്പോൾ കണ്ണനെ സഹായിക്കാനായിട്ട് കൂട്ടുകാരൊക്കെ കിട്ടിയ കമ്പും വടിയൊക്കെ എടുത്തിട്ട് മുട്ടുകൊടുത്തു അത്രേ. അത്രയും നിഷ്കളങ്ക മനസ്സോട് കൂടിയിട്ടുള്ള ആളുകളാണല്ലേ. അവർക്ക് ഭഗവാനാണ് എന്ന് പോലും മനസ്സിലായിട്ടില്ല. എന്നിട്ടും അവരെത്ര നന്നായിട്ട് കണ്ണനെ സ്നേഹിച്ചു. കണ്ണൻ്റെ കുഞ്ഞിക്കൈ കഴയ്ക്കുമ്പോൾ ഈ പർവ്വതത്തെ വിട്ടുകളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. നീ ക്ഷീണിച്ചോ കണ്ണ, ഇനി ഞങ്ങൾ പിടിക്കാൻ വിട്ടോളൂ എന്ന് കൂടി അവർ പറഞ്ഞു അത്രേ. കണ്ണനാണെങ്കിൽ പുഞ്ചിരിയോടെ ആ 7 ദിവസവും ഇവർക്ക് മുന്നിൽ അങ്ങനെ തന്നെ ഓരോന്നൊക്കെ കാട്ടി രസിച്ചുകൊണ്ട് നിന്നു. ഇടയ്ക്ക് കൈവിടാൻ പോകുമ്പോൾ ഗോവർദ്ധനം ഒരു വശത്തേക്ക് അങ്ങോട്ട് ചെരിയും. ഭഗവാൻ അതിനെ ബാലൻസ് ചെയ്യും. അപ്പം എല്ലാവരും കൂടിയിട്ട് ആർത്ത് വിളിക്കും. അങ്ങനെ എല്ലാവരും സ്വയം മറന്ന് ഭഗവാനോടൊപ്പം ആനന്ദിച്ച് 7 രാത്രിയും പകലും അങ്ങനെ കഴിഞ്ഞു പോയി. വൃന്ദാവനം ശരിക്കും ഒരു വിസ്മയം തന്നെയാണ്. നമ്മൾ കേൾക്കുന്നത് കഥകളാണെന്നൊന്നും നമുക്ക് തോന്നില്ല. കാരണം വൃന്ദാവന മണ്ണിൽ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ണൻ്റെ ആ കാലങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് ഓരോ നിമിഷം ഓരോ കാലടി വയ്ക്കുമ്പോഴും അവിടെ ഭഗവാൻ ചവിട്ടിപ്പോയ മണ്ണല്ലേ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ആ ഭക്തിയുടെ ഒരു അവസ്ഥ അത് വിവരിക്കാനാവില്ല. എല്ലാവരുടെയും മനസ്സിലും ഭഗവാൻ മാത്രമാണ്. വൃന്ദാവനത്തിൽ ചെല്ലുമ്പോഴാണ് കേട്ടോ നമുക്ക് രാധാറാണിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവുന്നത്. ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. രാധാറാണിയെ ഉപേക്ഷിച്ച് പോയ കണ്ണനെ കുറിച്ചാണ് നമുക്കൊക്കെ അറിയുണ്ടായിരുന്നത്. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ അറിയുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുള്ള അറിവുകൾ കിട്ടിയതും രാധാറാണിയുടെ പ്രാധാന്യം എന്താണെന്നും രാധാറാണി കൊടുത്ത ആ ശക്തി കൊണ്ടാണ് കണ്ണന് ഗോവർദ്ധനഗിരി പൊക്കാൻ പോലും സാധിച്ചിട്ടുള്ളത്. കണ്ണനും രാധയും രണ്ടല്ല, അവരൊന്നാണ്. കണ്ണന്റെ ശക്തിയാണ് രാധാറാണി. കണ്ണൻ ഗോവർദ്ധനഗിരി എടുത്തുയർത്തുന്ന സമയത്ത് രാധാറാണി കുറച്ച് മാറിയിരുന്ന് കണ്ണനിലേക്ക് ശക്തി പകരുകയായിരുന്നു. അത്രയും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു അത്രേ രാധാറാണി. രാധാറാണിയുടെ കൃപാ കടാക്ഷം കൂടി ചേർന്നപ്പോഴാണ് കണ്ണന് നിഷ്പ്രയാസം ഗോവർദ്ധനഗിരിയെ എടുത്തുയർത്താൻ സാധിച്ചതും അവിടെയുള്ള ഗോപികോപന്മാരെയൊക്കെ രക്ഷിക്കാൻ സാധിച്ചതും. പിന്നെ ഇന്ദ്രദേവന്റെ ഒരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാധാകുണ്ട് എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ളതൊക്കെ മുന്നേയുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ ചാനലിലൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഗോവർദ്ധനഗിരി പരിക്രമയുടെ ദിവസത്തെ അവസാനമാണ് നമ്മൾ രാധാകുണ്ടിലെത്തുന്നത്. അവിടെയാണ് ജപമാലയൊക്കെ മുക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.